ചിങ്കു എന്ന JCB. ആരാണ് ചിങ്കു JCB? അവനൊരു പാവത്താനായിരുന്നു. പക്ഷെ ഇപ്പോ അവനൊരു കില്ലാടിയാണ്. അതെങ്ങനെ? ആ കഥയാണ് ഇത്. പലയിടങ്ങളിൽ മണ്ണ് മാന്താനും ആർക്കും വേണ്ടാത്ത കുളങ്ങളിൽ നിന്നും ചെളിയൊക്കെ കോരി മാറ്റാനും പോകുന്നതായിരുന്നു ചിങ്കു JCBയുടെ പണി. ഏതൊരു JCBയെയും പോലെ വലിയ പർവ്വതങ്ങൾ തുരക്കാനും പടുമരങ്ങൾ കടപുഴക്കി എറിയാനും ഒക്കെ ചിങ്കുവിനും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇവനൊരു പേടിക്കാരനായതുകൊണ്ട് അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾക്കൊന്നും ആരും ചിങ്കുവിനെ വിളിക്കാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചിങ്കു റോഡരികിലൂടെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോവായിരുന്നു. അപ്പോ റോഡിനരികിലെ ആൽമരം ഒന്ന് കുലുങ്ങി. മുത്തശ്ശനാലെ എന്തു പറ്റി? എന്താ നിന്ന് വിറയ്ക്കുന്നത്? JCB പതുക്കെ സ്വകാര്യം ചോദിച്ചു. അപ്പോൾ ആൽമരം ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, ചിങ്കു JCB, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക. ആ തുരപ്പനലികളും കൂട്ടരെ എൻ്റെ വേരിൽ മാള ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. മണ്ണിന്റെ ഉറപ്പൊക്കെ പോയി. എനിക്ക് പിടിച്ചു നിൽക്കാനേ കഴിയുന്നില്ല. ഇതു കേട്ട ചിങ്കു JCBക്ക് സങ്കടം തോന്നി. എത്രയോ തവണ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോ ചിങ്കു JCBക്കും തണൽ തന്ന മരമാണ് മുത്തശ്ശനാൽ. കുറേയേറെ കിളികളുടെ കൂടുകളും ഉണ്ട്. അതിലൊക്കെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. മൂപ്പരെ സഹായിക്കാൻ എന്ത് ചെയ്യാം? ചിങ്കു JCB ആലോചിച്ചു. അവൻ നിസ്സഹായനായി അവിടെ നിൽക്കായിരുന്നേ. അപ്പോ ഒരു ചെറിയ പക്ഷി മരച്ചില്ലകളിൽ നിന്ന് ചിറകടിച്ച് പറന്നുവന്ന് അവന്റെ കോരിക്കൈയിൽ ഇരുന്നു. എന്നിട്ട് പറയാണ്, വിഷമിക്കേണ്ട ചിങ്കു. പക്ഷി ചിലച്ചു. നിന്റെ ഉള്ളിൽ വലിയ ശക്തിയുണ്ട്. ഇപ്പോ ഈ മരത്തെ സഹായിക്കാനുള്ള സമയമായിരിക്കും. ചിങ്കു JCB ഒരു നിമിഷം ആലോചിച്ചു. അവൻ റോഡുകൾ കുഴിക്കുന്നതിനും ചെളി കോരിയെടുക്കുന്നതിനും കെട്ടിടങ്ങൾക്ക് അടിത്തറയിടുന്നതിനും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടും കൽപ്പിച്ച് ചിങ്കു നെഞ്ചു വിരിച്ച് പറഞ്ഞു, ഞാൻ ഏറ്റവും വലിയ JCB അല്ല, പക്ഷേ ശ്രമിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. ദൃഢനിശ്ചയത്തോടെ ചിങ്കു ആൽമരത്തിന്റെ വേരുകൾക്കരികിലേക്ക് ഓടിച്ചെന്നു. തുരപ്പനെലികൾ ഉണ്ടാക്കിയ മാളങ്ങൾ അവന് കാണായിരുന്നു. വേരുകളിലും മണ്ണേയില്ലായിരുന്നു. മുത്തശ്ശനാലെ വിഷമിക്കേണ്ട കേട്ടോ, ഞാനിവിടെ ഉണ്ട്, പെട്ടെന്ന് ശരിയാക്കി തരാം. ചിങ്കു ജോലി തുടങ്ങുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. വളരെ ശ്രദ്ധയോടെ ചിങ്കു കോരിക്കൈ ഉപയോഗിച്ച് മരത്തിന്റെ വേരുകൾക്ക് ചുറ്റും പതുക്കെ കുഴിച്ചു. വെറുതെ മണ്ണ് മാറ്റല്ല, തടമെടുത്ത് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും മണ്ണെടുത്ത് നിറച്ച് അവൻ ആ മരത്തിന് കരുത്ത് നൽകുകയായിരുന്നു. അതിനെ വീണ്ടും തല ഉയർത്തി നിൽക്കാൻ സഹായിക്കുകയായിരുന്നു. ചിങ്കു ജോലി ചെയ്യുന്നത് കണ്ടപ്പോ തങ്ങളുടെ മാളങ്ങൾക്ക് ശല്യമായെന്ന് മനസ്സിലായ തുരപ്പനെലികൾ അവിടെ ഇനി തങ്ങുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടു. ആൽമരത്തിന് കൂടുതൽ ശക്തി തോന്നി. ചിങ്കു, നന്ദിയുടെ മോനെ, ആൽമരം പറഞ്ഞു. എനിക്കിപ്പോ വളരെ ആശ്വാസം തോന്നുന്നു. നീ എന്നെ രക്ഷിച്ചു. നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. ചിങ്കു JCB അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. മുത്തശ്ശനാലെ ഇന്ന് മുത്തശ്ശനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏറ്റവും വലുതോ ശക്തനോ ആകുന്നതിലല്ലേ കാര്യം, ശരിയായ കാര്യം ശരിയായ നേരത്ത് ചെയ്യുന്നതിലുള്ള ധൈര്യം കാണിക്കുന്നതിലാ മിടുക്ക്, അല്ലേ മുത്തശ്ശ? അന്നു മുതൽ ചിങ്കു പഴയ ധൈര്യമില്ലാത്ത JCB ആയിരുന്നില്ല കേട്ടോ. അവൻ തന്റെ ഭയത്തെ നേരിട്ട് കഴിഞ്ഞല്ലോ. ചിങ്കു ആൽമരം മുത്തച്ഛനരികിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ആ പഴയ മരം ഇളം കാറ്റിൽ അതിന്റെ ചില്ലകൾ വീശി. ചിങ്കു JCB, എന്റെ വീരനായകൻ കുട്ടാ എന്ന് പറയും പോലെ തോന്നും. വലിയ വെല്ലുവിളികളാണ് നമ്മളെ ഏറ്റവും ശക്തരാക്കുന്നതെന്ന് ചിങ്കു ഒരു നനുത്ത ചിരിയോടെ ഓർത്തു. കഥ ഇഷ്ടായോ? വികൃതിയായ ടിപ്പൻ എന്ന ടിപ്പർ ലോറി. ടിപ്പൻ ഒരു പാട്ട് വികൃതിയാണ്. ഈ കഥ തുടങ്ങുന്നതേ അവന്റെ വികൃതിയെ കുറിച്ച് ഓർത്തിട്ടാ. വികൃതി എന്ന് പറഞ്ഞാ എന്റെ അമ്മോ പമ്പര വികൃതി. ടിപ്പന്റെ വികൃതികൾ കാരണം ആർക്കും റോഡിലിറങ്ങി നടക്കാനോ ഓടാനോ കഴിയുമായിരുന്നില്ല. ഉദാഹരണത്തിന് റോഡിലൂടെ സമാധാനമായിട്ട് പോകുന്ന ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നേ. ഇത് ദൂരേന്ന് കണ്ട ടിപ്പന് ഒരു കുസൃതി തോന്നി. അവൻ പെട്ടെന്ന് പാഞ്ഞു വന്ന് എന്ന് ഉറക്കെ അങ്ങൊരു ശബ്ദം ഉണ്ടാക്കി. അയ്യോ, ആ സ്കൂട്ടർ പേടിച്ചു ഉലഞ്ഞു പോയി. എന്നിട്ട് ടിപ്പനോട് ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു, നീ നിർത്തിക്കേ പരിപാടി. അതുകൂടി കേട്ടപ്പോ ടിപ്പൻ ആവേശമായി. ഞാൻ ഇനി ഒച്ച ഉണ്ടാക്കും, എല്ലാരും പേടിപ്പിക്കാൻ എനിക്ക് ഇഷ്ടാ എന്ന് പറഞ്ഞ ടിപ്പൻ പിന്നെയും ഹോൺ അടിച്ചു. എല്ലാരും പേടിച്ചോ പേടിച്ചോ.
ഷെടാ, ഇവനെ കൊണ്ട് തോറ്റല്ലോ എന്ന് തോന്നിയില്ലേ? ഇനി എന്ത് ചെയ്യാം? ടിപ്പനെ കൊണ്ട് പ്രശ്നത്തിലായ ഓട്ടോയും സൈക്കിളും സ്കൂട്ടറും JCBയും കുഞ്ഞിക്കാരും ഒക്കെ ഒരു ദിവസം അരുവിക്കരയിലെ പുൽപ്പാടത്തില് ഒത്തുകൂടാൻ തീരുമാനിച്ചു. എന്നിട്ട് ചർച്ചയായി. ഈ ടിപ്പൻ പണ്ട് മുതലേ വികൃതിയാ, പക്ഷേ ഇപ്പൊ ഇത് ഇത്തിരി കൂടിയിട്ടുണ്ട്. JCB പറഞ്ഞു. ഇങ്ങനെ പോയാൽ ശരിയാവൂല. ഇപ്പൊ വലിയ അപകടം ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ ഇവന്റെ ഈ വേഗത്തിലുള്ള പോക്കും ഹോണടിയും കാരണം ഈ സൈക്കിളോ ഓട്ടോയോ ഒക്കെ മറിഞ്ഞു വീണാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ. അത് പറഞ്ഞത് കുഞ്ഞിക്കാറ. നമുക്കേ അവനോടൊന്ന് സംസാരിച്ചാലോ? ടിപ്പൻ അത്ര മോശക്കാരനൊന്നും അല്ലാലേ, അവൻ ഇത്തിരി ആവേശം ഉണ്ടെന്നേ ഉള്ളൂ, അതാണ് കുഴപ്പം. സൈക്കിൾ പറഞ്ഞു. ഏയ്, സംസാരിച്ചോണ്ട് ഒരു കാര്യമില്ലെന്നേ. നമ്മളിതൊക്കെ അവനോട് നേരത്തെ പറഞ്ഞതല്ലേ. അവനത് വെറുതെ തിരിച്ചു തള്ളുകയല്ലേ എന്നോ ചെയ്തേ. അവന് മനസ്സിലാകണമെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻ നമുക്ക് ആലോചിക്കണം. സ്കൂട്ടർ പറഞ്ഞു. ഇപ്പോഴും റോഡിൽ പാഞ്ഞു നടക്കാറുള്ള ഓട്ടോറിക്ഷ മുൻചക്രങ്ങൾ വട്ടത്തിൽ കറക്കി ആലോചിച്ചു. എന്നിട്ട് പറയാണ്, അവന്റെ കുസൃതി നമുക്ക് അവനെതിരെ തന്നെ കണ്ട് ഉപയോഗിച്ചാലോ? കുറച്ചു നേരത്തെ കൂടിയാലോചനയ്ക്ക് ശേഷം അവർ സമർത്ഥമായ ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ അടുത്ത ദിവസമായി. പതിവ് പോലെ ടിപ്പൻ റോഡിലൂടെ അതിവേഗത്തിൽ പാഞ്ഞു പോവായിരുന്നു. ഉച്ചത്തില് ഹോൺ മുഴക്കി, പോകുന്ന വഴികളിലെല്ലാം ബഹളമുണ്ടാക്കി. പതിവ് കുസൃതി നിറഞ്ഞ ഭാവത്തിലായിരുന്ന ടിപ്പൻ പെട്ടെന്ന് വഴിയരികിൽ ഒരു വലിയ ബോർഡ് കണ്ടു. അതിലിങ്ങനെ എഴുതിയിരിക്കണു: ഗംഭീരമായ ടിപ്പ് ടിപ്പ് ഓട്ട മത്സരം, എല്ലാവർക്കും സ്വാഗതം. ടിപ്പന്റെ ഹെഡ്ലൈറ്റുകൾ ആവേശത്തോടെ വിടർന്നു. ഓട്ട മത്സരോ? എന്നാ ഞാൻ തന്നെ ഫസ്റ്റ്. അവനൊരു ഗംഭീര ഹോൺ മുഴക്കി. രണ്ടാമതൊന്നും ആലോചിക്കാതെ ടിപ്പൻ എഞ്ചിൻ ഇരപ്പിച്ച് മുന്നോട്ട് കുതിച്ചു. എന്നാൽ ആ ഓട്ടപ്പാത ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയതായിരുന്നുവെന്ന് ഈ കാറ്റടിച്ച റബ്ബർ താറാവുകൾ, മരങ്ങളിൽ കെട്ടിയ വർണ്ണ ബലൂണുകൾ, ഫിനിഷിംഗ് ലൈനിനടുത്തുള്ള ഒരു വലിയ ബൗൺസി കാസിൽ എന്നിങ്ങനെ കുറെ തടസ്സങ്ങൾ ആ വഴിയിൽ നിറയെ ഉണ്ടായിരുന്നു. ജയിക്കാനായി കുതിച്ചു പാഞ്ഞ ടിപ്പൻ താൻ ആ തമാശയുടെ നടുവിലേക്കാ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞേയില്ല. ടിപ്പൻ കാറ്റടിച്ച താറാവുകളുടെ അടുത്തേക്ക് എത്തിയപ്പോ അവന്റെ ടയറുകൾ തെന്നിമാറി. ബലൂണുകളിലേക്ക് കയറിയപ്പോ പപ്പ് പപ്പ് എന്ന വലിയ ശബ്ദത്തോടെ പൊട്ടാൻ തുടങ്ങി. അപ്പൊ ടിപ്പൻ ശരിക്കും ഞെട്ടി. അയ്യോ, എന്താ ഇവിടെ നടക്കുന്നേ? അവന് ലേശം പേടിയും തോന്നിയിട്ടോ. ബൗൺസി കാസലിന്റെ അടുത്തെത്തിയപ്പോഴേക്കും വളവുകളും തിരിവുകളും കാരണം അവനു തല കറങ്ങി. അപ്പോഴേക്കും അവന്റെ ചക്രങ്ങൾ കുടുങ്ങി. ബൂം വീൻ എന്ന ശബ്ദത്തോടെ അവൻ വായുവിലേക്ക് തെറിച്ചുപോയി. ഇത് കണ്ടുകൊണ്ട് നിന്ന് അവന്റെ സുഹൃത്തുക്കള് പൊട്ടിച്ചിരിച്ചു. ടിപ്പന് അപകടമൊന്നും പറ്റിയില്ലാട്ടോ, പക്ഷെ അവന്റെ എഞ്ചിൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോ JCB അവന്റെ അടുത്തേക്ക് ഉരുണ്ടു വന്നു. ടിപ്പ, നിനക്ക് വേഗതയൊക്കെ ഉണ്ടാവാം, പക്ഷേ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ പാഞ്ഞു പോകാൻ പറ്റുമോ? ചിലപ്പോഴൊക്കെ വേഗത കുറച്ച് നീ എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കുക വേണം. സ്കൂട്ടർ പറഞ്ഞു. ഇടയ്ക്കൊക്കെ ചെറിയ വികൃതിയൊക്കെ നല്ലതാ, പക്ഷെ അത് കൂടുമ്പോൾ മറ്റുള്ളവർക്ക് അപകടം പറ്റും. നീ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ടിപ്പന്റെ ഹെഡ്ലൈറ്റുകൾ മങ്ങി. അവൻ പതുക്കെ തലയാട്ടി. അതോ ഞാൻ വെറുതെ തമാശ കാണിക്കുകയായിരുന്നു. അപ്പൊ ഓട്ടോറിക്ഷ മുന്നോട്ട് വന്നു. അതാണ് കാര്യം ടിപ്പ. തമാശ നല്ലതാണ്, പക്ഷേ അത് നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും സന്തോഷമുള്ളതാവണം. ടിപ്പൻ തന്റെ എല്ലാ സുഹൃത്തുക്കളെയും നോക്കി. അവർക്ക് അവനോട് ദേഷ്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോ ടിപ്പൻ ഒരുപാട് നാളുകൾക്ക് ശേഷം മൃദുവായി ഹോൺ മുഴക്കി. ശരി, എനിക്ക് മനസ്സിലായി എല്ലാം. ഞാൻ വാക്ക് തരാം, ഇനി ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും. ഇനി ആരെയും പേടിപ്പിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഇല്ല. യഥാർത്ഥ സന്തോഷം എന്നത് മറ്റുള്ളവരെ പേടിപ്പിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുന്നതല്ല, മറിച്ച് നല്ല നിമിഷങ്ങൾ ഒരുമിച്ച് പങ്കിടുന്നതാണെന്ന് ടിപ്പൻ പഠിച്ചു. എന്നാ മനസ്സുകൊണ്ടിപ്പോഴും ടിപ്പൻ ഒരു കുസൃതിക്കാരൻ തന്നെയാണ്. അവൻ ഇനിയും വികൃതി കാട്ടുവോ? മനോരമ ഓൺലൈൻ MKTലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളൂട്ടോ. ഇനിയും കഥകൾ കേൾക്കാം. ഈ കഥ ഇഷ്ടായോ? ചിങ്കു ഒരു കുറുമ്പത്തിയാ, ചിരിച്ചാലവൾ സുന്ദരിയാ, നാട്ടിലിവൾ മിടുക്കത്തിയാ, കറക്കും ഇന്ന് തിടുക്കത്തിലാ. മഞ്ഞ നിറമുള്ള ഒരു അഴകാ, അഴകിനൊത്തൊരു കയ്യാ, ആ കൈകൾ കൊണ്ട് ചിലിവാരും മാറും തൊടും ക്ലീനാക്കും. ചിങ്കു ഒരു കുറുമ്പത്തിയാ, ചിരിച്ചാലവൾ സുന്ദരിയാ,
കാട്ടുപാതയിലെ കള്ളനും. ടിപ്പൻ എന്ന ടിപ്പർ ലോറിയും ചിങ്കു എന്ന JCBയും നിറഞ്ഞോടാറുള്ള ആ റോഡുകളെല്ലാം അന്ന് ശാന്തമായിരുന്നു. അപ്പോ ഓടി വന്ന കുഞ്ഞിക്കാറ് വഴിയിൽ ഒരിടത്ത് നിർത്തി ആലോചിച്ചു. ടിപ്പനെ പോലെ വലിയ ശരീരമോ ചിങ്കു JCBയെ പോലെ കരുത്തോ തനിക്കില്ലല്ലോ എന്നങ്ങനെ ഓർത്തപ്പോ അവന് വിഷമം വന്നു. ഞാൻ വെറുമൊരു കുഞ്ഞിക്കാർ മാത്രല്ലേ, എനിക്ക് ആരെ സഹായിക്കാൻ പറ്റും? അവൻ എപ്പോഴും ഓർക്കും. ഒരു ദിവസം സന്ധ്യയ്ക്ക് എല്ലാരും വിശ്രമിക്കുമ്പോഴാണ് ആ വാർത്ത വന്നത്. അരുവിക്കര എന്ന ആ നാട്ടിലെ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന സ്വർണ്ണ മെഡലുകളും സമ്മാനപ്പൊതികളും ആരോ മോഷ്ടിച്ചു. ഒരു കറുത്ത വലിയ വാനാണ് അത് കൊണ്ടുപോയതെന്ന് സൈക്കിള് പറഞ്ഞു. കള്ളന്റെ വാൻ പോയത് കാട്ടിലൂടെയുള്ള ഇടുങ്ങിയ പഴയ പാത വഴിയാണ്. ടിപ്പൻ ലോറിക്ക് ആ വഴിയിലൂടെ പോവാൻ കഴിയില്ല, കാരണം റോഡ് വളരെ ചെറുതാണേ. JCBക്ക് ആണെങ്കിൽ വേഗത കുറവാണല്ലോ. അവിടെ എത്തുമ്പോഴേക്കും കള്ളന്മാര് രക്ഷപ്പെടും. എന്നാ ഞാൻ പോകാം. കുഞ്ഞിക്കാറ് ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അവൻ ചെറുതാണല്ലോ. ആ ഇടുങ്ങിയ വഴിയിലൂടെ വേഗത്തിൽ ഓടി കള്ളനെ പിടിക്കാൻ പറ്റുമെന്ന് അവൻ ഉറപ്പായിരുന്നു. കുഞ്ഞിക്കാർ തന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. ബ്രും, ബ്രും. അവൻ കാട്ടുപാതയിലൂടെ വായു വേഗത്തിൽ പാഞ്ഞു. പാറക്കെട്ടുകൾക്കിടയിലൂടെയും മരങ്ങൾക്കിടയിലൂടെയും അവൻ തെന്നി തെന്നി നീങ്ങി. അതാ ആ ദൂരെ ആ കറുത്ത വാൻ പോകുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് കള്ളന്റെ വാൻ ഒരു വലിയ ചെളിയില് താഴ്ന്നുപോയി. വാൻ വലുതായതുകൊണ്ട് അതിന് അവിടെ നിന്ന് അനങ്ങാൻ പറ്റിയില്ല. കള്ളന്മാർ പുറത്തിറങ്ങി വാൻ തള്ളാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്കാർ അവിടെ എത്തിയത്. കുഞ്ഞിക്കാർ ഒരു മിടുക്കനാണല്ലോ. വെറുതെ അവിടെ നിൽക്കല്ല കുഞ്ഞിക്കാർ ചെയ്തത് കേട്ടോ. അവൻ തന്റെ ഹൈ ബീം ഹെഡ്ലൈറ്റുകൾ മിന്നിച്ചു. എന്നിട്ട് നിർത്താതെ ഹോൺ അടിച്ചു. കാട്ടിലെ മരങ്ങളിൽ തട്ടി ആ ശബ്ദം വലിയ മുഴക്കമായി മാറി. പോലീസുകാർ വരികയാണെന്ന് പേടിച്ച് കള്ളന്മാർ സമ്മാനപ്പൊതികൾ അവിടെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ വളരെ പതുക്കെ ടിപ്പനും JCBയും വേറെ വേറെ വഴികളിലൂടെ അവിടെ എത്തി. ചെളിയിൽ താഴ്ന്ന വാനിനെ ചിങ്കു JCB വലിച്ചുയർത്തി. മെഡലുകളെല്ലാം ആ വാനിൽ തന്നെ ഭദ്രമായിട്ടുണ്ടായിരുന്നു. തിരികെ വന്നപ്പോ എല്ലാരും കുഞ്ഞിക്കാരനെ അഭിനന്ദിച്ചു. JCB പറഞ്ഞു, ആ ഇപ്പൊ മനസ്സിലായില്ലേ? വലിപ്പത്തിലല്ല കാര്യം കുഞ്ഞിക്കാരെ, നിന്റെ ബുദ്ധിയും ആത്മവിശ്വാസവുമാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. നീ ഒരു മിടുക്കൻ തന്നെ. അന്നു മുതൽ കുഞ്ഞിക്കാരനൊരു പുതിയ പേരുകൂടി കിട്ടി, അരുവിക്കരയിലെ മിന്നൽ വീരൻ. ഇപ്പോ കുഞ്ഞിക്കാരന് വലിയ സന്തോഷാണേ. കുഞ്ഞിക്കാർ ആത്മവിശ്വാസത്തോടെ ആ നാട്ടിലൂടെ കുറേ കാലം ഓടി. കഥ ഇഷ്ടായോ? റിയോ എന്ന മിടുക്കൻ ഓട്ടോറിക്ഷ. വലിയ മലകൾക്കിടയിലുള്ള അരുവിക്കര എന്ന ഗ്രാമത്തിൽ റിയോ എന്നൊരു കുട്ടി ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയുടെ നിറം നല്ല കടും മഞ്ഞയായിരുന്നു. റിയോ ഒരുപാട് പാവായിരുന്നേ. വലിയ വണ്ടികളെ കാണുമ്പോ അവൻ തന്റെ കണ്ണാടികൾ പതുക്കെ താഴ്ത്തി വെക്കും. റിയോയുടെ കൂടെ വലിയ ടിപ്പൻ ലോറിയും മണ്ണുമാന്തി യന്ത്രമായ ചിങ്കു JCBയും വേഗത്തിലോടുന്ന കുഞ്ഞിക്കാറും മെലിഞ്ഞ സൈക്കിളും ഉണ്ടായിരുന്നു. അവര് വലിയ കൂട്ടായിരുന്നേ. റിയോയുടെ പേടി മാറ്റാൻ ഈ കൂട്ടുകാർ പലപ്പോഴായി ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഒരു ഫലം ഉണ്ടായിട്ടില്ല കേട്ടോ. ഹേ റിയോ, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത്? ഞങ്ങളെ പോലെ കരുത്തനാകാൻ നോക്ക് എന്ന് ടിപ്പൻ ലോറി എപ്പോഴും പറയും. ചിങ്കു JCB തന്റെ കൈകൾ ഉയർത്തി മണ്ണ് മാന്തി കാണിക്കും. ഇതൊക്കെ കാണുമ്പോൾ റിയോ വിചാരിക്കും, എനിക്ക് ഇവരെ പോലെ കരുത്തില്ലല്ലോ, ഞാൻ വെറും ഒരു ചെറിയ ഓട്ടോറിക്ഷ കുട്ടിയല്ലേ. അങ്ങനെ ഇരിക്കെ ഒരു വലിയ രാത്രിയിൽ അരുവിക്കരയിൽ ഭയങ്കരമായി മഴ പെയ്തു. ഇടിമിന്നലും കാറ്റും കാരണം ഗ്രാമത്തിലെ വലിയ പാലത്തിന് താഴെ മണ്ണിടിഞ്ഞു വീണു. ആ സമയത്താണ് ഒരു വാർത്ത വന്നത്. അപ്പുറത്തെ കുന്നിൻ മുകളിലെ ചെറിയ വീട്ടിലെ കുട്ടിക്ക് വയ്യാതെയായിരിക്കുന്നു. ഡോക്ടറെ അങ്ങോട്ടെത്തിക്കണം. ടിപ്പൻ ലോറി പുറപ്പെട്ടു. പക്ഷെ വലിയ ചെളിയില് അവന്റെ ചക്രങ്ങൾ താഴ്ന്നു പോയി. ചിങ്കു JCB മണ്ണ് മാറ്റാൻ നോക്കി. കുഞ്ഞിക്കാർ ഓടാൻ നോക്കിയപ്പോ വഴിയാകെ കല്ലും മുള്ളും നിറഞ്ഞത് കാരണം ടയർ പഞ്ചറായി. എല്ലാരും വിഷമിച്ചു. അപ്പോ
റിയോ പതുക്കെ മുന്നോട്ട് വന്നു. അവന്റെ എഞ്ചിൻ പേടികൊണ്ട് പടപടാന്നടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കുഞ്ഞിനെ രക്ഷിക്കണമല്ലോ എന്ന് അവൻ ഓർത്തു. അപ്പോൾ കിട്ടിയ ധൈര്യത്തിൽ റിയോ പറഞ്ഞു, ഞാൻ പോയാ മതിയോ? റിയോ തന്റെ 3 ചക്രങ്ങളും ഉറപ്പിച്ചു. വലിയ വണ്ടികൾക്ക് പോകാൻ കഴിയാത്ത ചെറിയ ഇടവഴികളിലൂടെ അവൻ പാഞ്ഞു. കല്ലുകൾക്കിടയിലൂടെയും മൺകൂനകൾക്കിടയിലൂടെയും അവൻ മനോഹരമായി ബാലൻസ് ചെയ്ത് നീങ്ങി. ഒടുവിൽ അവൻ ഡോക്ടറുടെ അടുത്തെത്തി. അദ്ദേഹത്തെ കുന്നിൻ മുകളിലെ വീട്ടിലെത്തിച്ചു. തിരിച്ചു വരുമ്പോ റിയോയുടെ ചക്രങ്ങളിൽ ചളിയുണ്ടായിരുന്നു. അവന്റെ മഞ്ഞ നിറം അല്പം മങ്ങിയിരുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പോ ടിപ്പനും ചിങ്കുവും കുഞ്ഞിക്കാറും റിയോയെ കാത്തു നിൽക്കുകയായിരുന്നു. അവരെല്ലാവരും ചേർന്ന് റിയോയ്ക്ക് വലിയൊരു ഹോൺ അടിച്ച് സ്വീകരണം നൽകി. റിയോ, വലിപ്പത്തിലൊന്നും വലിയ കാര്യമില്ലടും. നമ്മുടെ മനസ്സിന്റെ കരുത്തിലാണ് കാര്യം. നീയാ ഞങ്ങളുടെ ഹീറോ. ടിപ്പൻ ലോറി പറഞ്ഞു. ടിപ്പൻ ലോറിയും ചിങ്കു ജെസിബിയും കുഞ്ഞിക്കാരും ചേർന്ന് ഗാരേജിന് മുന്നിൽ വലിയൊരു തോരണം കെട്ടിയിരിക്കുന്നു. അതിലെന്താ എഴുതിയെന്നറിയോ? അരുവിക്കാരിയുടെ കുട്ടിവീരൻ റിയോ. അപ്പോ ഒരു ബെല്ലിന്റെ ശബ്ദം കേട്ടു. ട്രിൻ ട്രിൻ. അത് നമ്മുടെ സൈക്കിളാ. സൈക്കിളിന്റെ പിന്നിൽ മനോഹരമായ ഒരു പെട്ടി ഉണ്ടായിരുന്നു. റിയോ, ഇത് നിനക്കുള്ള സമ്മാനാടാ. കുഞ്ഞിക്കാർ കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു. റിയോ പതുക്കെ ആ പെട്ടി തുറന്നു നോക്കി. അതില് തിളങ്ങുന്ന 2 പുതിയ സൈഡ് മിററുകളും സ്വർണ്ണ നിറമുള്ള ഒരു ചെറിയ ബെല്ലും ഉണ്ടായിരുന്നു. ടിപ്പൻ ലോറി തന്റെ വലിയ കൈകൾ ഉപയോഗിച്ച് ആ പുതിയ കണ്ണാടികൾ റിയോയുടെ വശങ്ങളിൽ ഉറപ്പിച്ചു. ചിങ്കു ജെസിബി അപ്പൊ പറഞ്ഞു, റിയോ, ഇനി നീ ഈ കണ്ണാടികൾ ഒരിക്കലും താഴ്ത്തി വെക്കല്ലേ. ഈ മിററിലൂടെ നീ ലോകത്തെ ധൈര്യത്തോടെ നോക്കണം. കാരണം നീയേ ഒരു ജീവൻ രക്ഷിച്ചവനാ. അന്ന് വൈകുന്നേരം റിയോ തന്റെ പുതിയ ബെൽ ടിൻ ടിൻ അടിച്ചുകൊണ്ട് ഗ്രാമത്തിലൂടെ ഒരു വട്ടം കൂടി ഓടി. അപ്പോൾ അവന്റെ എഞ്ചിൻ പേടിയുണ്ടല്ല, സന്തോഷം കൊണ്ട് പാടുകയായിരുന്നു. അങ്ങനെ അരുവിക്കരയിലെ ഏറ്റവും ചെറിയ വണ്ടി ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വീരനായി മാറി. കഥ ഇഷ്ടായോ? പറക്കും പാലവും സുപ്രു എന്ന സ്കൂട്ടറും. ഇത്തവണ നമ്മുടെ താരം സുപ്രു എന്ന നീല സ്കൂട്ടറാണേ. സുപ്രുവിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല. എപ്പോഴും സും സും എന്ന് പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കും. കുറച്ചു കാലം മുൻപ് അവരുടെ നാട്ടിലെ വലിയ മലകൾക്കിടയിൽ ഒരു പുതിയ തൂക്കുപാലം വന്നിരുന്നു. ഈ പാലം വളരെ വീതി കുറഞ്ഞതും കാറ്റത്ത് ആടുന്നതുമായിരുന്നേ. അതുകൊണ്ട് തന്നെ വലിയ വണ്ടികളൊന്നും അതിൽ പൊതുവെ കയറാറില്ല. പക്ഷെ നമ്മുടെ സുപ്രു സ്കൂട്ടർ എന്നും ഈ പാലത്തിന്റെ അരികിൽ വന്ന് നിൽക്കും. എനിക്ക് ഈ പാലത്തിലൂടെ ഒന്ന് ഓടണം, സുപ്രു പറയും. പക്ഷെ റിയോ ഓട്ടോറിക്ഷ പറയും, അയ്യോ വേണ്ട സുപ്രു, അത് വലിയ താഴ്ചയുള്ള സ്ഥലാ, കാറ്റടിച്ചാ നീ മറിഞ്ഞു പോവില്ലേ? ചിങ്കു ജെസിബി തന്റെ വലിയ കൈകൾ കൊണ്ട് സുപ്രുവിനെ തടയും. സുപ്രുവിനപ്പോ വിഷമാകും. ഞാൻ വെറും ഒരു ചെറിയ സ്കൂട്ടറാണെന്ന് എല്ലാരും വിചാരിക്കുന്നുണ്ടാവും, അതാ എന്നെ തടയുന്നേ, അവൻ കരുതും. ഒരു ദിവസം വൈകുന്നേരം ഗ്രാമത്തിലെ പോസ്റ്റ്മാൻ അമ്മാവൻ തന്റെ സൈക്കിളിൽ കുന്നിൻ മുകളിലേക്ക് പോവായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യില് ഗ്രാമത്തിലെ എല്ലാവർക്കും ഉള്ള പ്രധാനപ്പെട്ട കത്തുകളും പാഴ്സലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കനത്ത കാറ്റടിച്ചതും പാലത്തിന്റെ ഒരു വശത്തെ കയറ് പൊട്ടിയതും പോസ്റ്റ്മാൻ അമ്മാവൻ പാലത്തിന്റെ നടുവിൽ കുടുങ്ങിപ്പോയി. അദ്ദേഹത്തിന് സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നില്ല. പാലം ഭയങ്കരമായിട്ട് ആടുക. താഴെ വലിയ അരുവിയാണേ. അയ്യോ, റിയോ ഓട്ടോറിക്ഷ അപ്പോഴേക്ക് ഓടി വന്നു. പക്ഷെ 3 ചക്രമുള്ള റിയോയ്ക്ക് ആടുന്ന പാലത്തില് ബാലൻസ് കിട്ടില്ലല്ലോ. ചിങ്കു ജെസിബിക്ക് പാലത്തിൽ കയറാൻ വലുപ്പം കൂടുതലാ. എല്ലാരും പേടിച്ചു നിൽക്കുമ്പോ സൂപ്പർ സ്കൂട്ടർ മുന്നോട്ട് വന്നു. ഞാൻ പോകാം, എനിക്ക് 2 ചക്രേ ഉള്ളൂ, എനിക്ക് ആ പാലത്തിന്റെ നേരത്തെ കമ്പിയിലൂടെ പോലും ബാലൻസ് ചെയ്ത് പോവാൻ പറ്റും, സുപ്രു ധൈര്യത്തോടെ പറഞ്ഞു. സുപ്രു പതുക്കെ പാലത്തിലേക്ക് കയറിയേ. കാറ്റ് വീശിയപ്പോ സുപ്രു തന്റെ വശങ്ങളിലേക്ക് ചെരിഞ്ഞ് ബാലൻസ് ചെയ്തു. പാലം ആടിയപ്പോ അവൻ തന്റെ വേഗത കൂട്ടി പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി. അവൻ പോസ്റ്റ്മാൻ അമ്മാവന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അമ്മാവാ പേടിക്കണ്ടോ, എന്റെ പിന്നിൽ മുറുകെ പിടിച്ചിരുന്നോളൂ. അമ്മാവൻ തന്റെ കത്തുകളുടെ ബാഗും എടുത്ത് സുപ്രുവിന്റെ പിന്നിൽ കയറി. തിരികെ വരുമ്പോ പാലം കൂടുതൽ ആടാൻ തുടങ്ങി. താഴെ നോക്കിയാ തല കറങ്ങുന്ന താഴ്ച. പക്ഷെ സുപ്രു പേടിച്ചില്ല. അവൻ തന്റെ 2 ചക്രങ്ങളും ഒരേ വരിയിൽ ഉറപ്പിച്ചു നിർത്തി. ഒരു സർക്കസ് താരത്തെ പോലെ മനോഹരമായി കരയിലെത്തി.
കരയിലെത്തിയതും റിയോയും ചിങ്കുവും സന്തോഷം കൊണ്ട് ഹോണടിച്ചു. പോസ്റ്റ്മാൻ അമ്മാവൻ സുപ്രുവിന്റെ തലയിൽ തഴുകിയിട്ട് പറഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കത്തുകളെല്ലാം അരുവി പോയേനെ, ഞാനും അപകടത്തിലായേനെ. അന്ന് രാത്രി ഗ്രാമവാസികൾ സുപ്രുവിന് ഒരു പ്രത്യേക സമ്മാനം നൽകി. സാധാരണ ഹോണിന് പകരം സംഗീതം പൊഴിക്കുന്ന ഒരു മ്യൂസിക്കൽ ഹോൺ, കൂടെ അവന്റെ നീല നിറത്തിന് ചേരുന്ന മിന്നിത്തിളങ്ങുന്ന LED ലൈറ്റുകളും. പിറ്റേന്ന് മുതൽ സുപ്രു ഗ്രാമത്തിലൂടെ പോകുമ്പോ വെറും പീപ് 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 അല്ല കേൾക്ക, മനോഹരമായൊരു പാട്ടാ. റിയോയും ചിങ്കുവും അവനെ കാണുമ്പോ ബഹുമാനത്തോടെ സൈഡൊക്കെ കൊടുക്കും. ഇപ്പൊ സുപ്രുവിനറിയാം, ചിലപ്പോൾ വീതി കുറഞ്ഞ വഴികളിലൂടെയും ആടുന്ന പാലങ്ങളിലൂടെയും ലക്ഷ്യസ്ഥാനത്തെത്താൻ 2 ചക്രമുള്ള ഒരു സ്കൂട്ടറിന് മാത്രമേ കഴിയുള്ളൂ. എല്ലാവർക്കും അവരവരുടേതായ പ്രസക്തിയുണ്ട്, അത് കണ്ടെത്തിയാ മതിയല്ലേ? കഥ ഇഷ്ടായോ? സിപ്പിയും കുത്തനെയുള്ള കുന്നും. നമ്മുടെ സുപ്രുവിന്റെയും റിയോയുടെയും ചിങ്കുവിന്റെയും കൂട്ടത്തില് ഏറ്റവും ചെറിയ ആളായിരുന്നു സിപ്പി എന്നുള്ള സൈക്കിൾ. സിപ്പിക്ക് സുപ്രുവിനെ പോലെ എഞ്ചിനില്ലാട്ടോ. സും സും എന്ന് ശബ്ദം ഉണ്ടാക്കാനും കഴിയില്ല. അവന്റെ മെലിഞ്ഞ ടയറുകൾ കാണുമ്പോ ചിങ്കു JCB തമാശയായിട്ട് പറയും, സിപ്പി, നീ ഈ കാറ്റത്ത് പറന്നു പോവാതെ നോക്കണേ. ഒരു ദിവസം ഗ്രാമത്തിലെ കുന്നിൻ മുകളിലുള്ള പഴയ കെട്ടിടത്തില് സ്കൂൾ കുട്ടികൾക്കായി ഒരു പുതിയ വായനശാല തുറക്കാൻ തീരുമാനിച്ചു. വായനശാലയിലേക്കുള്ള പുതിയ പുസ്തകങ്ങൾ താഴെ കവലയിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, കുന്നിൻ മുകളിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതും കുറെ കല്ലുകൾ നിറഞ്ഞതുമായിരുന്നു. റിയോ ഓട്ടോറിക്ഷ ശ്രമിച്ചു നോക്കി, പക്ഷെ കുത്തനെയുള്ള കയറ്റത്തിൽ റിയോയുടെ ടയർ തെന്നിപ്പോയി. ചിങ്കു JCB വന്ന വഴിയിലുള്ള ചെടികളെല്ലാം നശിക്കും. നമ്മുടെ സുപ്രു സ്കൂട്ടറിന് പോലും ആ ഇടുങ്ങിയ കല്ലുപാതയിൽ കയറാൻ പറ്റിയില്ല. അപ്പോഴാണ് സൈക്കിൾ സിപ്പി മെല്ലെ മുന്നോട്ട് വന്നത്. എനിക്ക് വലിയ എഞ്ചിനൊന്നുമില്ല, പക്ഷെ എന്റെ ചക്രങ്ങൾ വളരെ നേർത്തതാ. കല്ലുകൾക്കിടയിലൂടെ എനിക്ക് ബാലൻസ് ചെയ്ത് പോവാൻ പറ്റും, സിപ്പി പറഞ്ഞു. സുപ്രു സ്കൂട്ടർ ചിരിച്ചുകൊണ്ട് സിപ്പിയുടെ പിന്നിൽ 2 വലിയ പുസ്തകക്കെട്ടുകൾ ഉറപ്പിച്ചു കെട്ടിക്കൊടുത്തു. സിപ്പി പതുക്കെ ചവിട്ടി തുടങ്ങി. അവന്റെ കുഞ്ഞു ബെല്ലിൽ നിന്ന് ട്രിങ് ട്രിങ് എന്ന ശബ്ദം കേട്ടു. പാതയിലെ വലിയ കല്ലുകൾക്കിടയിലൂടെ പാമ്പിനെ പോലെ വളഞ്ഞു പൊളഞ്ഞ് സിപ്പി സൈക്കിൾ മുന്നോട്ട് നീങ്ങി. ഇടയ്ക്ക് കാറ്റ് വന്നപ്പോ സിപ്പി ഒന്ന് ആടിയിട്ടോ. പക്ഷെ അവന്റെ ഹാൻഡിൽ മുറുക്കെ പിടിച്ച് അവൻ ബാലൻസ് ചെയ്തു. കാലുകൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നെങ്കിലും വായനശാലയിൽ കാത്തിരിക്കുന്ന കുട്ടികളെ ഓർത്തപ്പോ സിപ്പിക്ക് ആവേശം കൂടി. അവസാനം വിയർത്തു കുളിച്ച് സിപ്പി കുന്നിൻ മുകളിലെത്തി. കുട്ടികളെല്ലാരും സന്തോഷത്തോടെ ഓടി വന്നു. സിപ്പി, നീ മിടുക്കനാണ്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് കഥാപുസ്തകങ്ങൾ കിട്ടുകയില്ലായിരുന്നു, കുട്ടികൾ വിളിച്ചു പറഞ്ഞു. തിരികെ താഴെത്തിയപ്പോ സുപ്രുവും റിയോയും ചിങ്കുവും സിപ്പിയെ അഭിനന്ദിച്ചു. ചിങ്കു JCB പറഞ്ഞു, നീ ചെറുതാണെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് കഴിയേ സിപ്പി. അന്ന് വൈകുന്നേരം സിപ്പിക്ക് ഒരു സമ്മാനം കിട്ടി. അവന്റെ ചക്രങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന റേഡിയം സ്റ്റിക്കറുകളും മുന്നിൽ പൂക്കൾ വെക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ബാസ്ക്കറ്റും. വലുപ്പത്തിലോ വേഗതയിലോ അല്ല കാര്യം കൂട്ടുകാരെ, നമ്മുടെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് പരിശ്രമിച്ചാലേ ഏതൊരു കുന്നും നമുക്ക് കീഴടക്കാം. ബൂം ബൂം വീൻ വീൻ, ബൂം ബൂം വീൻ വീൻ, ചിങ്കു നമ്മുടെ JCB. ബൂം ബൂം വീൻ വീൻ, സ്നേഹം വാരും യന്ത്രക്കൈ, വഴി പൊട്ടിക്കുഴിയായാൽ മണ്ണെത്തിക്കും JCB. മഴയെത്തി മട വീണാൽ അടവയ്ക്കും JCB. വഴി പൊട്ടിക്കുഴിയായാൽ മണ്ണെത്തിക്കും JCB. മഴയെത്തി മട വീണാൽ അടവയ്ക്കും JCB. ബൂം ബൂം വീൻ വീൻ, ബൂം ബൂം വീൻ വീൻ, ചിങ്കു നമ്മുടെ JCB. 4 കാല് കുത്തി നടക്കും, 4 കാല് കുത്തി നടക്കും, കൈകുത്തി മരമുറിയെടുക്കും. മൂരി നിവർന്ന് കാലുകുടഞ്ഞ് കോരിമറിക്കും കട്ടായം, മൂരി നിവർന്ന് കാലുകുടഞ്ഞ് കോരിമറിക്കും കട്ടായം. ബൂം ബൂം വീൻ വീൻ, ചിങ്കു നമ്മുടെ JCB.
കാടും പടലും വാരിയെടുക്കും, കാടും പടലും വാരിയെടുക്കും, കാലിക്കുട്ടന് തീറ്റ കൊടുക്കും. തെങ്ങിൻ തലയിൽ പക്ഷിക്കൂടും, മണ്ണിനടിയിൽ ഉറുമ്പിൻ കൂടും, കണ്ടാൽ നമ്മുടെ ചിങ്കുക്കുട്ടൻ, കണ്ടാൽ നമ്മുടെ ചിങ്കുക്കുട്ടൻ കയ്യിൽ മെല്ലെ കോരിയെടുത്ത്, കയ്യിൽ മെല്ലെ കോരിയെടുത്ത് തോണ്ടി വിളിക്കും, ചൂണ്ടിക്കാട്ടും. മറ്റൊരു മരവും ഉറുമ്പിൻ കൂടും, തോണ്ടി വിളിക്കും, ചൂണ്ടിക്കാട്ടും. മറ്റൊരു മരവും ഉറുമ്പിൻ കൂടും. ബൂം ബൂം വീം വീം ചിങ്കു നമ്മുടെ JCB, ബൂം ബൂം വീം വീം ചിങ്കു നമ്മുടെ JCB. സിപ്പിയും മിന്നിത്തിളങ്ങുന്ന പ്രകാശപാലവും. ആ നാട്ടിലെ വലിയ പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കല്ലുപാലം ഒരു രാത്രിയിലെ കനത്ത കാറ്റിലും മഴയിലും തകർന്നുപോയി. അക്കരെയുള്ള സ്കൂളിൽ പോവാൻ കുട്ടികൾക്കും ജോലിക്ക് പോവാൻ നാട്ടുകാർക്കും വഴിയില്ലാതായി. റിയോ ഓട്ടോറിക്ഷയും ചിങ്കു JCBയും കരയിൽ നോക്കി നെടുവീർപ്പിട്ടു. സുപ്ര സ്കൂട്ടർ തന്റെ ടയറുകൾ വെള്ളത്തിലിറക്കി നോക്കിയെങ്കിലും ശക്തമായ ഒഴുക്കില് അവന് മുന്നോട്ട് പോകാനായില്ല. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞു സൈക്കിൾ സിപ്പി അവിടേക്ക് വന്നത്. എല്ലാരും നിരാശരായി ഇരിക്കുമ്പോ സിപ്പി പറഞ്ഞു, എന്റെ ചക്രങ്ങളൊന്ന് വേഗത്തിൽ കറക്കി നോക്കിയാലോ, എനിക്കെന്തോ ഒരു ശക്തി തോന്നുന്നുണ്ടേ. റിയോ ചിരിച്ചു. സിപ്പി, ഞങ്ങൾ വലിയ വണ്ടികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെയാണോ നിന്റെ ഈ മെലിഞ്ഞ ചക്രങ്ങള്? പക്ഷേ സിപ്പി വിട്ടില്ലാട്ടോ. അവൻ തന്റെ പെഡലുകൾ സർവ്വശക്തിയും എടുത്ത് ചവിട്ടിക്കറക്കി. അത്ഭുതം! സിപ്പിയുടെ ചക്രങ്ങളിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള മിന്നലുകൾ പുറപ്പെട്ടു. അവൻ പുഴയുടെ മുകളിലെ വായുവിലേക്ക് തന്റെ മുൻചക്രം ഉയർത്തി. ആഹാ! സിപ്പി ചവിട്ടുന്ന വഴിയിൽ വായുവിൽ ഒരു പ്രകാശപാലം തെളിഞ്ഞു വന്നു. മഴവില്ല് പോലെ മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമുള്ള ഒരു പാലം. സിപ്പി ആ പ്രകാശപാലത്തിലൂടെ വായുവിൽ ഒഴുകി നടന്നു. ഭാരമില്ലാത്തതുകൊണ്ട് സിപ്പിക്ക് ആ പ്രകാശപാലത്തിലൂടെ സുഖമായി യാത്ര ചെയ്യായിരുന്നു. അവൻ ഓരോ കുട്ടിയെയും തന്റെ പിന്നിലിരുത്തി അക്കരെ എത്തിച്ചു. താഴെ പുഴ ഇരമ്പി ഒഴുകുമ്പോഴും സിപ്പിയുടെ മാന്ത്രിക പാലം വായുവിൽ ഉറച്ചു നിന്നു. അക്കരെ എത്തിയപ്പോ കുട്ടികൾ സിപ്പിയെ കെട്ടിപ്പിടിച്ചു. അന്ന് രാത്രി സിപ്പിക്ക് മറ്റൊരു പ്രത്യേകത കൂടി കിട്ടിയിട്ടോ. അവന്റെ ബെല്ലടിക്കുമ്പോ ഇപ്പൊ കേൾക്കുന്നത് വെറും ശബ്ദല്ല, എന്തോ ഒരു മാന്ത്രിക ചിരി പോലെ മനോഹരമായ ഒരു സംഗീത. അതേ കൂട്ടുകാരെ, നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം. അപ്പോ വായുവിൽ പോലും പാലങ്ങൾ പണിയാൻ സാധിക്കും. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മനോരമ ഓൺലൈൻ LK.